ദേശീയപാത വികസനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് അപകടാവസ്ഥയിലായ വൈദ്യുതി പോസ്റ്റുകൾ എത്രയും വേഗം മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യം. ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായാൽ പോസ്റ്റുകൾ നിലംപൊത്താനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദേശീയപാത വികസനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണും നീക്കം ചെയ്തതിനെ തുടർന്നാണ് വൈദ്യുതി പോസ്റ്റുകൾ അപകടാവസ്ഥയിലായത്. പല പോസ്റ്റുകളും ചുവടിന് ഉറപ്പില്ലാതെയാണ് നിൽക്കുന്നത്. മഴയും കാറ്റും ഉണ്ടായാൽ പോസ്റ്റുകൾ നിലംപൊത്താൻ സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്തതിന്റെ പേരിൽ പലയിടങ്ങളിലും കാന വളച്ച് നിർമ്മിക്കുന്നതായും ആക്ഷേപമുണ്ട്. KSEBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കരാറുകാരൻ കാലതാമസം വരുത്തുന്നതാണ് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ തടസ്സമെന്ന് ആക്ഷേപമുണ്ട്. മഴക്കാലം ആരംഭിക്കും മുമ്പേ പോസ്റ്റുകൾ സുരക്ഷിതമാക്കണമെന്ന് ജനതാദൾ നേതാവ് മനോജ് ഗോപി ആവശ്യപ്പെട്ടു. മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തന്നെ മെയിൻ വിതരണ പോസ്റ്റുകളാണ്. അതെല്ലാം തന്നെ 4 സൈഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്ത് ചെറിയ ഒരു മണ്ണിന് ഒരു ബലം പോലും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പല പോസ്റ്റുകളും ചെരിഞ്ഞു കഴിഞ്ഞു. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം അത് ഒടിഞ്ഞിട്ട് അത് മാറ്റി സ്ഥാപിച്ചിട്ട് കുറച്ച് ദിവസമായുള്ളൂ. പക്ഷേ അവിടെ വരുമ്പോൾ ആ കാന ദേശീയപാത റോഡ് നവീകരണ പ്രവർത്തനം കാന വളച്ചു കൊണ്ടുവരികയാണ്. അവിടെ ആ മണ്ണ് മാറി ഒരു നല്ലൊരു 2 മണിക്കൂർ മഴ പെയ്താൽ ലൂസായിട്ടുള്ള മണ്ണ് ആ പോസ്റ്റിന് താഴെ നിന്ന് നീങ്ങി ആ പോസ്റ്റ് ഉൾപ്പെടെ ഒരു സ്റ്റേ പോലും ഇല്ല. അതിന് തൊട്ടടുത്ത് അതിനോടനുബന്ധിച്ചുള്ള തൊട്ടടുത്ത പോസ്റ്റിനൊരു സ്റ്റേ പോലുമില്ല. ഇതെല്ലാം വന്ന് താഴേക്ക് ഒരു കാറ്റ് വന്നാൽ പതിച്ച് വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കോഴിപ്പള്ളി മുതൽ നേരിയകുളം വരെ 100 കണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഇങ്ങനെ അപകട ഭീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തന ഭാഗമായിട്ട് ഭീതി വിതച്ചുകൊണ്ട് യാത്രക്കാർക്കും എല്ലാം ഒരു ഭയാനകമായ രീതിയിൽ നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.